respected Achans, and my dearly beloved in Christ. Once again, I greet you all in the precious name of our Lord and Savior, Jesus Christ. This is yet another opportunity the Almighty God has given all of you and all of us to meditate His word in this sanctuary. Always remember that the scripture or Bible is not for information, but it is for our transformation. Bible is not for our information, but it is for our transformation. നമ്മുടെ വിവരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പുസ്തകം എന്നതിനേക്കാൾ അപ്പുറമായി എൻ്റെ രൂപാന്തരത്തിൻ്റെ വചനമാണ് എന്നുള്ള ചിന്തയോടെ വേണം നമ്മൾ ദൈവവചനം ധ്യാനിക്കാൻ. ഇന്ന് ബൈബിളിലെ ഏത് ഭാഗത്തെക്കുറിച്ച് ചോദിച്ചാലും വി ആർ വെരി മച്ച് ഫെമിലിയർ അബൌട്ട് ദാറ്റ്. എന്നാൽ ഇൻ ദ ലൈറ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഐ ആം ട്രൈയിങ് ടു ബി ട്രാൻസ്ഫോംഡ്. ഞാൻ രൂപാന്തരപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് സഭ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക തീം ഡിസൈപ്പിൾഷിപ്പ് വിത്ത് ജീസസ് ഓൺ ദ പാത്ത് ഓഫ് ദ ക്രോസ് എന്നുള്ളതാണ്. ശിഷ്യത്വം യേശുക്രിസ്തുവിനോടുകൂടെ കുരിശിൻ്റെ വഴിയിൽ എന്നുള്ളതാണ് ഇന്നത്തെ തീം. ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഡെപ്തായിട്ടുള്ള ഒരു വിഷയമാണ്. സോ ഡിസൈപ്പിൾ, ദാറ്റ് ടേം, ഇറ്റ് കംസ് ഫ്രം എ ലാറ്റിൻ വേർഡ് discipulus. It means learner or student. When we go through the scripture, according to the scripture, who is a disciple? The one who follows the teachings of Jesus, and those who imitates his life and character, and those who lives in obedience to his commands. കർത്താവിന് കീഴ്പ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും അവൻ്റെ പഠനത്തെ പിന്തുടരുകയും അവൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ചിന്തകളെ, ആശയങ്ങളെ പിന്തുടരുകയും അവനെ അനുകരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ശിഷ്യൻ. സോ അക്കോർഡിംഗ് ടു ജോൺ R.W. Stott in his book The Cross of Christ, he says that Christian discipleship is living under the lordship of Christ. Another writer, Richard J. Foster, in his book Celebration of Discipline, he says that a disciple is one who bears the word, welcomes it, and lives by it. ദൈവവചനം സ്വീകരിച്ച് കർത്താവിന് കീഴ്പ്പെട്ട് ദൈവവചന അനുസൃതമായി ജീവിക്കുന്ന ഒരാളാണ് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ്. സോ ദാറ്റ്സ് വൈ ഐ ടോൾഡ് യു ദാറ്റ് ബൈബിൾ ഈസ് നോട്ട് ഫോർ ഇൻഫർമേഷൻ, ബട്ട് ഇറ്റ് ഈസ് ഫോർ അവർ ട്രാൻസ്ഫോർമേഷൻ. ആസ് എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്, ഐ വാണ്ടഡ് ടു ട്രാൻസ്ഫോം മൈ ലൈഫ്സ് ഓൺ ഈച്ച് ആൻഡ് എവറി ഡേ. രൂപാന്തരത്തിൻ്റെ ആവശ്യം എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവുമുണ്ട്. ബിക്കോസ് ഐ ആം വൾണറബിൾ, ഐ ആം ലിവിങ് ഇൻ ദി സിൻഫുൾ വേൾഡ്. സോ ദർ ഇസ് എ നീഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ദെയർ. ഞാനതിനെക്കുറിച്ച് ബോധവാനാണോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ശിഷ്യത്വത്തിൻ്റെ ചില പ്രത്യേകതകൾ ഇന്നത്തെ ഒന്നാം പാഠം, രണ്ടാം പാഠം, ഇന്നത്തെ ഏവൻഗേലിയോൻ, ഇന്നത്തെ ലേഖനഭാഗം എപ്പിസിൽ, ഈ 4 വേദഭാഗങ്ങളിൽ നിന്ന് ഈ ശിഷ്യത്വത്തിൻ്റെ ചില പ്രധാനപ്പെട്ട പ്രത്യേകതകളെ, ഓരോ ചിന്തകളെ, അങ്ങനെ 4 പ്രത്യേകതകളെ നിങ്ങളോട് പങ്കുവച്ച് ഈ പ്രസംഗം അവസാനിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഏവൻഗേലിയോനായിട്ട് നാം വായിച്ച വേദഭാഗം ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 20 വേഴ്സസ് 25 through 28 ആണ്. അതിലെ 26 വേഴ്സ് 26
when we read verse 26, we can see, whoever wants to become great among you must be your servant. നിങ്ങളിൽ ആരെങ്കിലും മഹാനാകാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ ശുശ്രൂഷക്കാരനായിട്ട് തീരണം. ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പെക്യുലാരിറ്റി ഓഫ് ദി ഡിസൈപ്പിൾ ഈസ് ടു സെർവ് എന്നുള്ളതാണ്. നമുക്കറിയാം, താലന്തുകളുടെ ഉപമയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ആ മാസ്റ്റർ സെർവൻസിന് കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദാസന്മാരെ ഏൽപ്പിച്ചു എന്നാണ്. സെർവൻസ് are doing service. So we are living in this world and we earned lot of the talents from the Lord Almighty for what? To serve. ശുശ്രൂഷ ചെയ്യാനാണ്. ജീവിതത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷക്കാരായിട്ടാണ്, സർവൻസ് ആണ് നമ്മൾ. വി ആർ നോട്ട് സ്റ്റുവാർഡ്സ്, അല്ല, വി ആർ നോട്ട് മാസ്റ്റേഴ്സ്, വി ആർ സ്റ്റുവാർഡ്സ്. നമ്മൾ കാര്യവിചാരകരാണ്, നമ്മൾ സെർവൻസാണ് എന്നുള്ളൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ കൈവരുമ്പോൾ നമ്മൾ യഥാർത്ഥ ശിഷ്യന്മാരായിട്ട് മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. സോ ട്രൂ ഡിസൈപ്പിൾഷിപ്പ് ഈസ് നോട്ട് അബൌട്ട് പൊസിഷൻ ബട്ട് പോസ്ചർ. ട്രൂ ഡിസൈപ്പിൾഷിപ്പ് ഈസ് നോട്ട് അബൌട്ട് പൊസിഷൻ ബട്ട് പോസ്ചർ. സോ ചൂസിങ് സെർവൻഹുഡ് over status. When we go through the life of Jesus, we can see his humility and his self-giving love, agape love. When we go through the prophetic book of Isaiah, chapter 53, we can see that the suffering servant and his peculiarity is there. ആരായിരുന്നു കർത്താവെന്ന് ആ സഫറിങ് സെർവൻറ്റിൻ്റെ വിവരണങ്ങൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ ഡിയർലി ബെലവഡ്, കൾട്ടിവേറ്റ് എ സെർവൻ ഹാർട്ട് ഇൻ ഫാമിലി, ഇൻ ചർച്ച് ആൻഡ് സൊസൈറ്റി. ഒരപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. അവർ പറക്കമുറ്റുന്നത് വരെ അവർ വീഴുന്നുണ്ടോ, അവർക്ക് ആഗ്രഹമുള്ളത് എന്താണ്, അവർ കഴിക്കുന്നത് എന്താണ്, അവർ ധരിക്കുന്നത് എന്താണ്, അവരെവിടെ പോകുന്നു, എവിടെ വരുന്നു, എന്തു പഠിക്കണം, എന്തൊക്കെ അവർക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടെ നോക്കി അവരെ വളർത്തിക്കൊണ്ട് വരുന്നവരാണ് മാതാപിതാക്കൾ. ഒരുപക്ഷെ വളർച്ചയെത്തുന്ന കുഞ്ഞുങ്ങൾ അതിനെക്കുറിച്ച് എത്രമാത്രം ബോധ്യമുള്ളവരാണെന്ന് അറിയുകയില്ല. എന്നാലും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഒരു മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അത് വലിയൊരു പേരൻറ്റിങ് എന്ന് പറയുന്നത് അതൊരു വലിയ പ്രിവിലേജാണ്. എന്നാൽ അതിനോടൊപ്പം സ്ട്രഗ്ലിങ്ങും ഉണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുമുണ്ട്. ഇതൊന്നും ഞാൻ കഴിഞ്ഞ ദിവസം ഫാസ്റ്റിംഗ് പ്രയറിൽ പ്രസംഗിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, നോട്ടീസ് അടിച്ചൊന്നും വിതരണം ചെയ്യത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്നതൊക്കെ ചെയ്തു, അല്ല എൻ്റെ വീട്ടിലെ പ്രായമുള്ളവർക്ക് വേണ്ടി ഞാൻ ഇന്ന് ഇതൊക്കെ ചെയ്തു. നമ്മൾ ഒന്ന് നോട്ടീസ് അടിച്ച് അല്ലെ പ്രസംഗിച്ച് നടക്കത്തില്ല, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭവനത്തിൽ ഒരു സെർവൻ്റ് ഹുഡിൻ്റെ മനോഭാവത്തോടെ മറ്റുള്ളവരെ കാണുകയും അവരെ ശുശ്രൂഷിക്കുകയും അവരെ നർച്ചർ ചെയ്യുകയും അവരെ പരിപോഷിപ്പിക്കുകയും ഇടവേദനകളിൽ താങ്ങായിട്ടും നാം മാറണമെന്നുള്ളതാണ് ഇത് അർത്ഥം. നമ്മൾ പലപ്പോഴും ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് വി ആർ തിങ്കിങ് ദാറ്റ് ഈസ് only for certain groups. No, we are Christian disciple. We are Christians. Christians are the followers of Christ. So we are Christian disciple. So keep a servanthood mentality in your family, in your church, as well as in your society. There are lot of service that you ought to do in your family and society. ഇതൊന്നും വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, എന്നാൽ ഒരു സർവീസിൻ്റെ മനോഭാവത്തോടുകൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നാം ഒരു ഡിസൈപ്പിളായിട്ട് മാറുമെന്നാണ് ആ വേദഭാഗം രേഖപ്പെടുത്തുന്നത്. ഹൂ എവർ വാണ്ട്സ് ടു ബിക്കം ഗ്രേറ്റ് എമംഗ് യു മസ്റ്റ് ബി യുവർ സെർവൻറ്റ്. സോ ലെറ്റ് us meditate
as we are sitting in this sanctuary, as we are meditating this word in the presence of Lord Almighty, let us rejuvenate our feeble life in the presence of Lord. Lord, transform my life and my life situation as a servant, and help me to hold that kind of attitude throughout my life without any fail in my family, in my church, and in my society, and wherever I am. Greatness in the kingdom is found in serving others with joy. ഇതാണ് ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള പ്രത്യേകത. ഇതൊന്നും ഏറ്റെടുക്കാൻ വരാതെ വരുമ്പോഴാണ് കുടുംബജീവിതം വിരസമായിട്ട് തോന്നുന്നത്. ഇത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറല്ലാതെ വരുമ്പോഴാണ് ഒരാൾക്ക് മറ്റുള്ളവരെ സഹിക്കാൻ പറ്റാതെ വരുന്നത്. ഇതൊന്നും ഏറ്റെടുക്കാൻ ഇഷ്ടമില്ലാതെ വരുമ്പോഴാണ് ഒരുത്തനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നത്. ഈ ഒരു സെർവൻറ്റ്ഹുഡ് മെൻറ്റാലിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് കലഹങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനൊരു സെർവൻറ്റ്ഹുഡ് മെൻറ്റാലിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ സ്നേഹബന്ധങ്ങൾക്ക് ഉലച്ചിലും അതിന് വിള്ളലുകളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഉള്ളിലൊരു സെർവൻറ്റ് മെൻറ്റാലിറ്റി കാത്തു സൂക്ഷിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. രണ്ടാമത്തെ ഡിസൈപ്പിൾഷിപ്പിൻ്റെ പ്രത്യേകത ഇന്നത്തെ രണ്ടാമത്തെ പാഠമായിട്ട് വായിച്ച ജോഷുവ ചാപ്റ്റർ 1 വേഴ്സസ് 1-9. നമ്മളവിടെ കാണുന്നത് വളരെ ധീരോദാത്തനായ ഒരു നേതാവിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ നയിക്കുന്ന മഹനീയ ഉത്തരവാദിത്വം യോശുവയുടെ മേൽ ഭരമേൽപ്പിക്കപ്പെടുമ്പോൾ യോശുവയ്ക്ക് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തങ്ങളാണ് നമ്മളവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ ഇത്ര വലിയ ഒരു ജനത്തെ നയിക്കുമെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ, വിളിയുടെ നടുവിൽ, കമ്മീഷൻ്റെ നടുവിൽ ഭയപ്പെട്ട് നിൽക്കുന്ന യോശുവയെ ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ആണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഡിസൈപ്പിൾഷിപ്പിൽ ആവശ്യമായിട്ടുള്ള രണ്ടാമത്തെ ഒരു പ്രത്യേകത ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. സ്റ്റാൻഡ് ഫേംലി, ബിക്കോസ് ദെയർ വിൽ ബി എ ചാൻസ് ഓഫ് ഫോൾ. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. നമ്മളെത്രയോ വൾണറബിളാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ശരീരം വൾണറബിളാണ്. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം ബലഹീനമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഒരു ഭാഗത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും വി ആർ സെക്യൂർ. നോ, വി ആർ നോട്ട് സെക്യൂർ. വി ആർ ലിവിങ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ലോട്ട് ഓഫ് vulnerabilities, and we have lot of limitations and drawbacks. We have limitations in our body, and we have limitations in our surroundings. അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ, ജീവിതത്തിൻ്റെ വിവിധ പ്രയാസങ്ങളുടെ നടുവിൽ, ടെംപ്റ്റേഷൻസിൻ്റെ നടുവിൽ നമ്മൾ വീണു പോകാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഉറച്ചു നിൽക്കുക, സ്റ്റാൻഡ്. ഒന്ന് ഞാൻ പറഞ്ഞു സെർവ്, 2 സ്റ്റാൻഡ്. യോശുവയോട് ദൈവം കൊടുക്കുന്ന വലിയൊരു ഉറപ്പാണ്. നമ്മളതിൻ്റെ 9ാമത്തെ വാക്യം, when we read verse 9, we can see God says, be strong and courageous. Do not be afraid. Do not be discouraged. എന്തൊരു വാഗ്ദത്തമാ! ഇന്ന് ഈ പള്ളിയിൽ ആരെങ്കിലും എന്തിനെങ്കിലും ചൊല്ലി പേടിക്കുന്നവർ, ആശങ്കപ്പെടുന്നവർ ഇന്ന് ഈ ആരാധനയിൽ വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം, അന്ന് യോശുവയ്ക്ക് കൊടുത്ത വാഗ്ദത്ത വചനം നിങ്ങൾക്കും ഇന്ന് നൽകപ്പെടുകയാണ്. ബി സ്ട്രോങ് ആൻഡ് ബി കറേജിയസ്. ഡു നോട്ട് ബി അഫ്രൈഡ്. ഡു നോട്ട് ബി ഡിസ്കറേജ്ഡ്. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ശിഷ്യൻ്റെ ജീവിതയാത്രയിൽ ചിലപ്പോൾ പലതരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാം. എന്നാൽ വീഴാതെ ഉറച്ചു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ അതാണ് ഒരു ശിഷ്യനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ദി പാത്ത് ഓഫ് ദി ക്രോസ്, ഇറ്റ് റിക്വയർസ് കറേജ് ടു സ്റ്റാൻഡ് ഫേം. ആൻഡ് ഗോഡ്, ഹീ ഈസ് ഗിവിംഗ് ലോട്ട് ഓഫ് പ്രോമിസസ് ടു ഓൾ ഓഫ് us. But we have to stand firm in that God's promises. Even when facing fear, opposition,
വി ഹാവ് ടു സ്റ്റാൻഡ് ഫേം. കലക്കങ്ങൾ വരാം, ജീവിതമാകുന്ന തിരമാലയിൽപ്പെട്ട് ചിലപ്പോൾ പടകാടി ഉലയാം. പക്ഷേ ഉറപ്പോടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ബൈബിളിലെ ഡാനിയേലിനെയൊക്കെ നമുക്കറിയാം. ബാബിലോണിൻ്റെ ആ പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ആ ചെറുപ്പക്കാരൻ ഉറപ്പോടുകൂടെ നിന്നു. ഡാനിയൽ സ്റ്റുഡ് ഫേം ഇൻ ബാബിലോൺ വിത്ത് ഫെയ്ത്ത് ആൻഡ് കൺവിക്ഷൻ. തീച്ചുളയുടെ മുൻപിൽ ശദ്രക്, മേശക്, അബേദ്നെഗോ അവർ ഉറപ്പോടുകൂടെ നിന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ എത്രയോ ദൈവമക്കൾ ഉറപ്പോടുകൂടെ നിന്നു. എന്തിനേറെ പറയുന്നു, നിങ്ങളുടെയൊക്കെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ചെറുതും വലുതുമായ എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിട്ടു. നിങ്ങൾ പണ്ടൊക്കെ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, നീറാണോ കടിച്ച് ഇവർ പറയും, നീറാണോ കടിച്ച് ചാവാൻ, അല്ലേ? ചിലരൊക്കെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതിനെ ഞങ്ങൾക്ക് ഓവർകം ചെയ്യാതെ വേറെ മാർഗമില്ല എന്ന് പറയാനായിട്ടാണ്. വി കനോട്ട് അവോയ്ഡ് ഓൾ ദോസ് സ്ട്രഗിൾസ്, ബട്ട് വി ഹാവ് ടു ഓവർകം ദാറ്റ്, വി ഹാവ് ടു ചലഞ്ച് ദാറ്റ് എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ നെരിപ്പോടുകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, ബി സ്ട്രോങ് ഇൻ യുവർ ഫെയ്ത്ത് ആൻഡ് കൺവിക്ഷൻ. ബി സ്ട്രോങ് ഇൻ യുവർ ഐഡൻറ്റിറ്റി, ഇൻ യുവർ വർക്ക് പ്ലേസ്, അറ്റ് യുവർ സ്കൂൾ ആൻഡ് ഇൻ എനി കൾച്ചർ. ഏത് കൾച്ചറിൽ താമസിക്കുക, വി ക്യാൻ ലീവ് ഇൻ എനി കൾച്ചർ ആൻഡ് വി ക്യാൻ സ്പീക്ക് എനി ലാംഗ്വേജ്, വി ക്യാൻ ഈറ്റ് എനി കൈൻഡ് ഓഫ് ഫുഡ്, ബട്ട് വി ഹാവ് ടു ഗ്രോ ടുവേർഡ്സ് ദ കൾച്ചർ ഓഫ് ക്രൈസ്റ്റ്. പ്രൈസ് ദ ലോർഡ്. Culture of Christ is same. You know, we are not aware about that. We are saying that we are living in a diversified culture. That is exactly, you are correct. But we have to grow towards the culture of Christ. ക്രിസ്തു എന്ന് പറയുന്ന ഒരു സംസ്കാരത്തോളം വളരാൻ നമുക്ക് ഫെയ്ത്ത് വേണം, കൺവിക്ഷൻ വേണം, ഉറപ്പ് വേണം. We have to keep our identity wherever we are. മാർത്തോമാ സഭ വിശ്വാസികളായി പിതാക്കന്മാരിൽ കൂടെ നമുക്ക് പകർന്നു കഴിയപ്പെട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. There is an identity. I cannot replace that identity from me. So I have to keep that identity wherever we are, wherever I am. Challenges are there. So many, oppositions may come. So many struggles may come, but I have to overcome all those struggles and stand firm in my faith and conviction as a disciple. And I have to follow his footsteps until my death. Praise the Lord. Hallelujah. Understand. 3, നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ പാഠം വായിച്ച വേദഭാഗം ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 1 through 10. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഈ 10 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ 9-ാം വാക്യത്തിലും പറയുന്നത് എന്താണ്? They recognize the grace given to me. They agreed that we should go to the Gentiles. They recognize the grace given to me. They agreed that we should go to the Gentiles. അപ്പോസ്തലന്മാർക്ക് അവർക്ക് കൃപ ലഭിച്ചപ്പോൾ, അവരുടെ ജീവിതത്തിൽ നന്മ ലഭിച്ചപ്പോൾ, സുവിശേഷം ലഭിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? ഞങ്ങൾക്ക് we should go to the Gentiles. So discipleship involves sharing the gospel and building fellowship across boundaries. Boundaries are there. We have to overcome those boundaries. So third responsibility of a disciple is share. First one, serve, and second one, stand, and third one, share. അവർക്ക് സുവിശേഷം ലഭിച്ചപ്പോൾ അവർ മൂടി വയ്ക്കുകയല്ല, അവരത് ചുറ്റുപാടുകളിലേക്ക് പങ്കുവച്ചു. They build their fellowship. They build a worshiping community. ഞാൻ സ്തോത്രം ചെയ്യുക. 10-47 വർഷം ഈ ദേശത്ത് വന്ന ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ചെറിയ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് യു സ്റ്റാർട്ടഡ് ദിസ് ചർച്ച് ആൻഡ് വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി.
And you shared this joy to your generation. You worshipped along with your children and family. You enjoyed such a fruitful fellowship here. That's why church grown here. Praise the Lord. അതൊരു നമ്മുടെ ഒരു ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഒരു പ്രതിഫലനമാണ്. അഭിമാനിക്കാം. ഇങ്ങനെ ഒരു ദേശത്ത് വന്ന് ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ആരാധിക്കണം. There are so many tensions we have in our workplace, in our family, in our day-to-day interactions. But all those struggles and confusions, we have to submit into the Lord. So we need a worship place to have a worship with our open heart. തുറന്ന മനസ്സോടെ. ഒരുപക്ഷെ ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഉള്ളിൽ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ ഞങ്ങളുടെ സാഹചര്യം ഇതാ അല്ലേ. അടുത്തുള്ളവർക്ക് ചിലപ്പോൾ അറിയത്തില്ല. പക്ഷേ എന്തിനാ ആരാധനയ്ക്ക് വരുന്നത്? അവരവരുടെ ആത്മീക സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് പ്രിയപ്പെട്ടവരെ. ഷെയർ ദ ജോയ് ടു അതേഴ്സ്. വി ആർ ലൈറ്റൻഡ് കമ്മ്യൂണിറ്റി. ലൈറ്റഡ് ടു ലൈറ്റൻ. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. എന്തിനാണ്? മറ്റുള്ളവരിലേക്ക് ഈ രക്ഷാ സന്ദേശം പകർന്നു കൊടുക്കാനായിട്ട്. Abraham was blessed to be a blessing. Genesis chapter 12. When we go through that chapter, we can see that by Abraham was blessed to be a blessing. ഈ ജീവിതത്തിൽ അനുഗ്രഹമാണ് നമ്മൾ. അയ്യോ എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. Lot of blessings we experience, but we are keeping that blessings in ourselves. Then how can we say that you are a blessing? If you are a blessing, if you are a blessing, be a blessing to others. If you are blessed, be a blessing to others. ദൈവം നിനക്ക് കാഴ്ച തന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവനെ വഴി കാട്ടുക. ദൈവം നിനക്ക് ജീവിതത്തിൻ്റെ നന്മകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എപ്പോഴും ബോധമുള്ളതായിരിക്കുക. ഗലീല കടലും ചാവുകടലും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഗലീല കടലിൽ നോ ഫ്ലോ ഓഫ് വാട്ടർ. അല്ല സോറി, flowing water is there. There is fish and there is life. But in Dead Sea, we cannot see the flow of water. So that's why it cannot accommodate others. മറ്റുള്ളതിനെ ഇൻക്ലൂഡ് ചെയ്യാനോ സ്വീകരിക്കാനോ ഒന്നും സാധിക്കത്തില്ല. ഇങ്ങനെ പൊങ്ങിക്കിടക്കും. There is no life. ചാവുകടലിൽ ജീവനില്ല, കാരണം ഒഴുക്കില്ല. ഒരു ശിഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഫ്ലോസ് ഓഫ് ലിവിങ് വാട്ടറാണ്. നോട്ട് എ സ്റ്റാഗ്നന്റ് വാട്ടർ, നോട്ട് ലൈക്ക് എ ഡെഡ് സീ. ഒരു സ്ട്രീംസ് ഓഫ് വാട്ടറായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഷെയർ. ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ലേഖന ഭാഗമായിട്ട് വായിച്ച വേദഭാഗം 2 Peter chapter 3 verse 14 through 18. അതിലെ 18 verse 18 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്താണ് പറയുന്നത് അവിടെ? പത്രോസ് അന്നത്തെ പീഡനത്തിൻ്റെ നടുവിൽ കൂടെ കടന്നുപോയ, പെർസിക്യൂഷൻസിൻ്റെ നടുവിൽ കൂടെ കടന്നുപോയ ജനങ്ങളോട് പറയുകയാണ്, ഗ്രോ ഇൻ ദ ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഗ്രോ ഇൻ ദ ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഡിസൈപ്പിൾഷിപ്പിൻ്റെ നാലാമത്തെ ആവശ്യമായ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക്. ഡിസൈപ്പിൾഷിപ്പ് ഈസ് നോട്ട് സ്റ്റാറ്റിക് ബട്ട് എ ലൈഫ് ലോങ് ജേർണി ടു ട്രാൻസ്ഫോർമേഷൻ ത്രൂ ദ ക്രോസ്. ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക്. നാലാമത്തെ പ്രത്യേകത ഗ്രോ. ഒന്ന് ഞാൻ പറഞ്ഞു, സെർവ്, സ്റ്റാൻഡ്, ഷെയർ, ആൻഡ് ലാസ്റ്റ് വൺ ഗ്രോ. ഡിസൈപ്പിൾ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കണം. വളർന്നുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത് നമ്മളുടെ ശുശ്രൂഷയിൽ, നമ്മുടെ ദൗത്യത്തിൽ നമ്മളെപ്പോഴും വളർന്നുകൊണ്ടിരിക്കണം. ഇവിടെ പറയുന്നു ഗ്രോ ഇൻ ദ ഗ്രേസ്. ദൈവകൃപയിൽ വളരുക. ഗ്രോ ഇൻ ദ ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ ദൈവത്തെ, കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ, അറിവിൽ വളരുക. ഗ്രോ ഇൻ ദ ഗ്രേസ് ആൻഡ് ഗ്രോ ഇൻ ദ നോളജ് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്.
So growing in holiness, knowledge and grace. നീതിമാനായ മനുഷ്യനെക്കുറിച്ച് 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. വൃക്ഷം എപ്പോഴും വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. വളരുന്ന വൃക്ഷമാണ്. വെള്ളവും വളവും ഒക്കെ സ്വീകരിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വൃക്ഷം ഒരിക്കലും അതിൻ്റെ ഫലം തിന്നാറില്ല, മറ്റുള്ളവരാണ് തിന്നുന്നത്. വൃക്ഷം തന്നെ മുറിക്കുന്നവനും ഫലം കൊടുക്കും. വൃക്ഷത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ അറിയാം, അത് വളരുക, ഫലം കായ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ ഒരു ഡിസൈപ്പിളിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, സാഹചര്യങ്ങൾ ചിലപ്പോൾ ഫേവറബിൾ ആയിരിക്കാം, അൺഫേവറബിൾ ആയിരിക്കും. ബട്ട് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദോസ് കൺഫ്യൂഷൻസ് ആൻഡ് അൺസർട്ടനിറ്റീസ്, ആർ യു റെഡി ടു ബി ഫ്രൂട്ട്ഫുൾ? Discipleship is not static, but it is a lifelong journey. How can we grow? Through prayer you can grow. Through study you can grow. And through fellowship you can grow. ആദിമ സഭ അങ്ങനെ ചെയ്തത്. അവരിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥനയും പഠനവും കൂട്ടായ്മയും, അല്ലേ? ഈ ചർച്ചിൽ ആരാധനയ്ക്ക് വരുമ്പോൾ എന്തിനാ? കൂട്ടായ്മയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഈ പള്ളിയിൽ ഭൂരിഭാഗം പേരും വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഫെലോഷിപ്പ്. It is so important. It is not a invaluable thing, but it is a valuable aspect. Fellowship. How can we grow in the grace and knowledge of Jesus Christ? Through prayer, through study of scripture, through meditation, and through fellowship. പ്രിയപ്പെട്ടവരെ, ഞാൻ ശിഷ്യൻ്റെ പ്രധാനപ്പെട്ട ചില തലങ്ങളെയും പ്രത്യേകതകളെയും കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിച്ചത്. ഡിസൈപ്പിൾ, ഇറ്റ് കംസ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഡിസൈപ്പുലസ്, മീൻസ് ലേണർ ഓർ സ്റ്റുഡൻറ്റ്. എന്താണ് ഒരു ശിഷ്യൻ, ഒരു ക്രിസ്തീയ ശിഷ്യൻ്റെ പ്രത്യേകതകളെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. സെർവ്, ശുശ്രൂഷ, അത് എവിടെയാണെങ്കിലും ഒരു സർവീസ് മനോഭാവം, ഒരു കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സർവൻ്റാണെന്നുള്ള ഒരു മനോഭാവം വരുമ്പോൾ എല്ലാം ഭംഗിയാവും. 2, സ്റ്റാൻഡ്. പല കുലുക്കങ്ങളുണ്ടാവാം, ബട്ട് ബി സ്ട്രോങ്, ബി കറേജിയസ്, ദൈവം കൂടെയുണ്ട്. 3, ഷെയർ. ഇത് നമ്മളിൽ തന്നെ ഒതുങ്ങാനല്ല, നമ്മൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാനുള്ളതാണ്. ഗോസ്പൽ, സുവിശേഷം പങ്കുവയ്ക്കാനുള്ളതാണ്. ഞാൻ അനുഭവിക്കുന്ന ദൈവകൃപയുടെ ഒഴുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. ഏറ്റവും അവസാനം, ഗ്രോ. ഡിസൈപ്പിൾഷിപ്പ് ഈസ് നോട്ട് സ്റ്റാറ്റിക്, ബട്ട് ഇറ്റ് ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്, ലൈഫ് ലോങ് ജേർണി. ത്രൂ പ്രെയർ, ത്രൂ സ്റ്റഡി ആൻഡ് ത്രൂ ഫെലോഷിപ്പ്, I have to build my discipleship in Christ. God bless you. Now I invite Mrs. Sarama Varghese to lead us in prayer. Sarama and people പ്രാർത്ഥിക്കും.